അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ അപ്പോൾ നമ്മൾ 17ാമത്തെ ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ഫോളോയിങ് ഐറ്റംസ് ആസ് റവന്യൂ, എക്സ്പെൻസ്, ഗെയിൻ, പ്രോഫിറ്റ്. ഇതിൽ റവന്യൂ എന്താണ്, എക്സ്പെൻസ് എന്താണ്, ഗെയിൻ എന്താണ്, പ്രോഫിറ്റ് എന്താണ്, ഈ 4 കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കേണ്ടത്. പഠിച്ചു കഴിഞ്ഞാൽ ആ 4 കാര്യത്തെ നമുക്ക് എന്താക്കാൻ പറ്റും, കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. നോക്കുക, ഒന്നാമത്തത് റവന്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വരുമാനം, അതാണ് റവന്യൂ കൊണ്ട് എന്താവുന്നത് ഉദ്ദേശിക്കുന്നത്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെലവാണ്. ഗെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേട്ടം എന്നാണ്. പ്രോഫിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാഭമാണ്. 4 സാധനങ്ങൾ. അതിൽ കൺഫ്യൂഷൻ വരുന്ന സാധനം ഗെയിനും പ്രോഫിറ്റുമാണ്. ഗെയിനും പ്രോഫിറ്റും തമ്മിൽ എന്താ മാറ്റം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ബിസിനസ്സിൻ്റെ സാധാ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന ലാഭത്തിനെയാണ് നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനൊരു ചെരുപ്പിൻ്റെ കമ്പനി നടത്തുന്നുണ്ട്. അപ്പോൾ ആ ചെരുപ്പിൻ്റെ കമ്പനിയിൽ ചെരുപ്പ് വിറ്റിട്ട് ഇപ്പോൾ ഞാൻ എന്താക്കുന്നു, ഒരു 10 റുപ്യക്ക് ചെരുപ്പ് ഉണ്ടാക്കുന്നു, 15 റുപ്യക്ക് ചെരുപ്പ് വിൽക്കുന്നു. അപ്പോൾ 5 റുപ്യ എനിക്ക് അവിടെ ലാഭം, അത് പ്രോഫിറ്റാണ്. അതേസമയം ഈ ചെരുപ്പിൻ്റെ കമ്പനി ഞാൻ മുതലാളി എന്താക്കിയിട്ടുണ്ട്, വേറെ സ്ഥലത്ത് എന്തെങ്കിലും സ്ഥലം എടുത്തിടെ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, കുറച്ച് ലാൻഡ് വാങ്ങി വെച്ചിരുന്നു. അത് 10 ലക്ഷത്തിന് വാങ്ങി വെച്ചത് ഞാൻ ഇപ്പോൾ 15 ലക്ഷത്തിന് അല്ലെങ്കിൽ 20 ലക്ഷത്തിന് ഞാൻ വിറ്റു. അവിടെ എനിക്ക് 10 ലക്ഷം എന്തായിട്ടുണ്ട്, ലാഭം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ബിസിനസ്സിൻ്റെ സാധാ പ്രവർത്തനത്തിൽ പെട്ടതല്ല. അതുകൊണ്ട് അതിന് നമ്മൾ ഗെയിൻ എന്നാണ് പറയുക. ഓക്കെ, ഇതാണ് ഗെയിനും പ്രോഫിറ്റും തമ്മിലുള്ള മാറ്റം. ഇനി നോക്കുക അവിടെ ഏതൊക്കെയുള്ളത് എന്നുള്ളത്. ഒന്ന്, പ്രോഫിറ്റ് സെയിൽ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. പ്രോഫിറ്റ് സെയിൽ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിക്ഷേപം, വേറെ സ്ഥലത്ത് നിക്ഷേപിച്ചിരുന്നു. അപ്പോൾ ആ നിക്ഷേപം നമ്മളെന്താക്കി കച്ചവടം ചെയ്തപ്പം അതിൽ നിന്ന് കിട്ടിയ ലാഭം. അപ്പം ഇൻവെസ്റ്റ്മെൻ്റ് അല്ലല്ലോ നമ്മളെ ബിസിനസ്സിൻ്റെ പ്രധാന പ്രവർത്തനം എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് അല്ല, അത് ഗെയിനാണ്. ഇനി അടുത്തത് നോക്കുക, ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണ്, വരുമാനമാണ്. ഓക്കെ, അപ്പോൾ ഇത് റവന്യൂ ആണ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്നുള്ളത് എന്താണ്, റവന്യൂ ആണ്. ഇനി അടുത്ത് നോക്കുക, ഗുഡ്സ് സോൾഡ് അറ്റ് അബോവ് കോസ്റ്റ്. ഗുഡ്സ് സോൾഡ്, സാധനം വിറ്റു, അബോവ് കോസ്റ്റ്, നമുക്ക് ചിലവായതിനേക്കാൾ കൂടുതൽ പൈസക്ക് സാധനം വിറ്റു. ചിലവായതിനേക്കാൾ കൂടുതൽ പൈസക്ക് സാധനം വിൽക്കുന്നതിനല്ലേ നമ്മൾ കച്ചവടം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന് നമ്മൾ പ്രോഫിറ്റ് എന്നാണ് പറയാം. ഇനി നോക്കുക, ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ തേയ്മാനം എന്നാണ്. തേയ്മാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ഒരു വണ്ടി വാങ്ങി സ്ഥാപനത്തിലേക്ക്, നമ്മളെ ബിസിനസ്സിലേക്ക്. 30 ലക്ഷത്തിൻ്റെ വണ്ടി ഒരു കൊല്ലം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് ഇനി അത് അതിൻ്റെ മാർക്കറ്റ് വില കച്ചവടം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് 25 ലക്ഷമേ കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കൊല്ലത്തേക്ക് 5 ലക്ഷത്തിൻ്റെ ഡിപ്രിസിയേഷൻ സംഭവിച്ചു എന്നാണ് പറയാം. അപ്പോൾ അതെന്താണ്, നമ്മളെ ഫേമിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ചിലവാണ്. ഓക്കെ, അപ്പോൾ ഡിപ്രിസിയേഷൻ എന്നുള്ളത് എന്താണ്, എക്സ്പെൻസാണ്. അപ്പോൾ നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ട സംഭവം ഗെയിനും പ്രോഫിറ്റും തമ്മിലുള്ള മാറ്റമാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, ഗിവ് ആൻ എക്സാമ്പിൾസ് ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ടേംസ്. താഴെ പറയുന്ന ഓരോന്നിനും എന്താക്കുക, ഓരോ ഉദാഹരണം കൊടുക്കാനാണ് പറഞ്ഞത്. അവിടെ കൊടുത്തിട്ടുള്ളത് റവന്യൂ, തൊട്ട് മുമ്പ് നമ്മൾ റവന്യൂ പറഞ്ഞു, ഗെയിനും നമ്മൾ അവിടെ പറഞ്ഞു. ഇനി ഷോർട്ട് ടേം ലേബിലിറ്റി, ആ ഉദാഹരണം തന്നെ എടുത്ത് കൊടുത്താൽ മതി. ഷോർട്ട് ടേം ലേബിലിറ്റി, അപ്പോൾ ലേബിലിറ്റി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, 2 തരം ലേബിലിറ്റി ഉണ്ട്. ഷോർട്ട് ടേം ലേബിലിറ്റി ഉണ്ട്, ലോങ് ടേം ലേബിലിറ്റി ഉണ്ട്. ഓക്കെ, അതിൽ ഷോർട്ട് ടേം ലേബിലിറ്റി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു വർഷത്തിൻ്റെ ഇടയിൽ കൊടുത്ത് വീട്ടുന്ന സാധനത്തിനാണ് നമ്മൾ ഷോർട്ട് ടേം ലേബിലിറ്റി എന്ന് പറയും. ഇപ്പോൾ ബിൽസ് പേബിൾ, ഇത് ഷോർട്ട് ടേം ലേബിലിറ്റിൻ്റെ ഉദാഹരണമാണ്. ക്രെഡിറ്റേഴ്സ്, നമ്മൾ പൈസ കൊടുക്കാനുള്ള ആളുകൾ, സ്ഥാപനത്തിൻ്റെ സ്ഥിരമായിട്ട് മീൻസ് ഇങ്ങനെ നമ്മൾ പുറത്തുള്ള കടകളിൽ നിന്നൊക്കെ പോയിട്ട് നമ്മൾ കടത്തിന് സാധനം വാങ്ങൂലേ, അതൊക്കെ നമ്മൾ ഷോർട്ട് ടേം ലേബിലിറ്റിയിലാണ് പെടുത്തുക. ഫിക്സഡ് അസറ്റ്, മെഷീനറി, ഫർണിച്ചർ എന്ന ഉദാഹരണം ഇതാണ്. അടുത്ത മാച്ച് ദ ഫോളോയിങ്, താഴെ കാണുന്നതിനെ നമ്മളോട് പിന്നെ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എ പേഴ്സൺ ഹു ഓസ് മണി ടു ആൻ എൻ്റർപ്രൈസ്. ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ള ആളെ നമ്മൾ എന്താണ് പറയുക, നമ്മൾ കുറേ നേരം പറഞ്ഞിട്ടുണ്ട്, ഡെപ്റ്റേഴ്സാണ്. ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ള ആൾക്ക് നമ്മൾ പറയുന്ന പേര് ഡെപ്റ്റേഴ്സാണ്. അടുത്ത, വിഡ്രോവൽ ഓഫ് മണി ഓർ ഗുഡ്സ് ബൈ ദ ഓണർ ഫ്രം ദ ബിസിനസ്. ബിസിനസ്സിൽ നിന്ന് മുതലാളി പൈസ അതല്ലെങ്കിൽ വസ്തുക്കളോ തിരിച്ചെടുക്കുന്നതിന് നമ്മൾ ഡ്രോയിങ്സ് എന്നാണ് പറയുക കേട്ടോ.
ഡ്രോയിങ്സും വിഡ്രോയും തമ്മിലുള്ള മാറ്റം ഒന്നുമില്ല. വിഡ്രോ എന്ന് പറഞ്ഞാൽ അത് വെർബ് ഫോമാണ്, ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ നൗൺ ഫോമാണ്, അത്രയേ ഉള്ളൂ. അടുത്ത എക്സസ് റവന്യൂ ഓവർ എക്സ്പെൻസ്. എക്സസ് റവന്യൂ ഓവർ എക്സ്പെൻസ്. എക്സ്പെൻസ് അതായത് ചിലവിനേക്കാളുള്ള വരുമാനം. ചിലവ് 8 രൂപ, വരുമാനം 10 രൂപ. അപ്പോൾ 2 രൂപ അതെന്താണെന്നാണ് ചോദിച്ചത്? പ്രോഫിറ്റ്. അടുത്ത എക്കണോമിക് റിസോഴ്സസ് ഓഫ് ആൻ എൻ്റർപ്രൈസസ്. ഒരു സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക ഉറവിടം, അസറ്റ്സ്. അത് മാത്രമേ തന്നെയാണ് ബാക്കിയുള്ളൂ. അടുത്ത ചോദ്യം, കംപ്ലീറ്റ് ദ സീരീസ് ഫ്രം ദ ഐറ്റംസ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്. ബ്രാക്കറ്റിൽ കൊടുത്തതിനനുസരിച്ച് പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ റെസിപ്റ്റ്, ക്യാപിറ്റൽ റെസിപ്റ്റ്. ഓക്കെ. അപ്പോൾ റവന്യൂ എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നത്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും സംഭവിക്കുന്നത്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവുക, റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ പൈസ വരിക. ബാങ്ക് ലോൺ നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യുമോ? ഇല്ല, എപ്പോഴെങ്കിലും അപ്ലൈ ചെയ്യുള്ളൂ. അപ്പോൾ അത് ക്യാപിറ്റലാണെന്ന് മനസ്സിലാക്കുക. ക്യാപിറ്റലാണ്. പിന്നെ പൈസ നമുക്ക് കിട്ടുകയാണോ ചെയ്യുക, പോവുകയാണോ ചെയ്യുക? കിട്ടുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഇത് ക്യാപിറ്റൽ റെസിപ്റ്റാണ്. നെക്സ്റ്റ് മെഷീനറി നമ്മൾ വാങ്ങലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മെഷീനറി വാങ്ങുന്ന സമയത്ത് പൈസ പോവുകയാണ് ചെയ്യുക. അപ്പോൾ അത് എക്സ്പെൻഡിച്ചറാണെന്ന് മനസ്സിലായി. പിന്നെ മെഷീനറി നമ്മൾ എപ്പോഴും വാങ്ങുമോ? മെഷീനറി നമ്മൾ എപ്പോഴും വാങ്ങുമോ? ഇല്ല. മെഷീനറി നമ്മൾ എന്താവുള്ളൂ? എപ്പോഴെങ്കിലേ നമ്മൾ എന്താവുള്ളൂ? വാങ്ങുള്ളൂ. ഓക്കെ. മെഷീനറി നമ്മൾ എപ്പോഴെങ്കിലും വാങ്ങുന്നതുകൊണ്ട് അതെന്താണ്? ക്യാപിറ്റലാണ്. എക്സ്പെൻഡിച്ചറാണ്, ക്യാപിറ്റലാണ്. സാലറി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കൂലേ, അതുകൊണ്ടത് റവന്യൂ ആണ്. നമ്മളെ കൈയിൽ നിന്ന് പൈസ പോവാണ്, അതുകൊണ്ടത് എക്സ്പെൻഡിച്ചറാണ്. അടുത്ത റെൻറ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞത് എന്താണ്? ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന സാധനമല്ലേ റെൻറ്റ് എന്ന് പറഞ്ഞത് ആണ്. റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസീപ്റ്റാണ്. അപ്പോൾ അത് റവന്യൂ റിസീപ്റ്റാണ്. അപ്പോൾ ആ 4 എന്താക്കുക? മനസ്സിലാക്കി വെക്കുക. അടുത്ത ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആസ് ഷോൺ ഇൻ ദ എക്സാമ്പിൾ കാണിച്ച മാതിരി അത് പൂർത്തിയാക്കാനാണ് പറഞ്ഞത്. 1. ദ പേഴ്സൺ ടു ഹും ദ ബിസിനസ് സോഴ്സ് മണി. ദ പേഴ്സൺ ടു ഹും ദ ബിസിനസ് സോഴ്സ് മണി. ഒരു വ്യക്തി, അയാൾക്ക് ബിസിനസ് അങ്ങോട്ട് പൈസ കൊടുക്കാണ്ട്. ബിസിനസ് അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ളതൊക്കെ നമ്മൾ എന്തെങ്കിലും പറയലെന്ന് ഓർമ്മ ഉണ്ടാവും? ക്രെഡിറ്റർ എന്നാണ് പറയുക. ഓക്കെ. ബിസിനസ് അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ള ആൾ നമ്മൾ പറയുന്നത് ക്രെഡിറ്റർ ആണല്ലോ. അടുത്തത് മണി ഇൻവെസ്റ്റഡ് ബൈ എ ബിസിനസ് മാൻ ഇൻ ടു ദ ബിസിനസ്. ബിസിനസ്സിലേക്ക് പൈസ കൊണ്ടുവരുന്ന മണി ഇൻവെസ്റ്റഡ് ബൈ ബിസിനസ് മാൻ. ഓക്കെ. ബിസിനസ്സിലേക്ക് ഓണർ പൈസ കൊണ്ടുവന്നാൽ, മുതലാളി ബിസിനസ്സിലേക്ക് പൈസ കൊണ്ടുവന്നാൽ അതിനെന്താണ് പറയുക? നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, ക്യാപിറ്റൽ. അടുത്ത ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആസ് പെർ ദ ഹിൻഡ് ഗിവൺ. താഴെ കൊടുത്ത മാതിരി എന്താക്കുക? പൂരിപ്പിക്കാനാണ് പറഞ്ഞത്. ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഇൻ ദ ഫേമിലേക്ക് പൈസ കൊണ്ടുവന്നാൽ നമ്മൾ എന്താ പറയുക? ക്യാപിറ്റൽ. അടുത്തത് അസറ്റ്സ് ഹെൽഡ് ഫോർ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം. കുറഞ്ഞ സമയത്തേക്ക് നമ്മളെ കയ്യിലുണ്ടാവുന്ന അസറ്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ അസറ്റാണ്, പക്ഷെ അത് വേഗം വന്നും പോയിക്കൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ അത് കറണ്ട് അസറ്റാണ് ഉത്തരം വരുന്നത്. അടുത്തത് ഡെപ്റ്ററിൻ്റെ ഈ സൈഡാണ് നമുക്ക് എന്താക്കാനുള്ളത്? പിന്നെ ഫില്ല് ചെയ്യാനുള്ളത്. എന്താ ഡെപ്റ്റർ? നമ്മളെന്താ പറയുക? ദ പേഴ്സൺ ഹൂ ഓസ് മണി ടു ദ ബിസിനസ്. ഈ പറഞ്ഞ സാധനം എന്താക്കിയാൽ മതി? നേരെ ഇങ്ങോട്ട് എഴുതി കൊടുത്താൽ മതി. ക്ലിയർ ആണോ? അടുത്തത് സ്റ്റേറ്റ് ദ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ക്വാളിറ്റി എഴുതാൻ നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ 4 ക്വാളിറ്റികൾ പറഞ്ഞിട്ടുണ്ട്. എന്താക്കും ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. കമ്പാരബിലിറ്റി, റെലവൻസ്, പിന്നെ അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്ന് പറഞ്ഞിട്ട് 4 സാധനം പറഞ്ഞിട്ടുണ്ട്. അടുത്തത് കംപ്ലീറ്റ് ആസ് പെർ ഹിൻഡ് ഗിവൺ. താഴെ കൊടുത്ത മാതിരി എന്താക്കുക? പൂരിപ്പിക്കാനാണ് വന്നത്. അപ്പോൾ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞ സാധനം ക്യാഷ് ഇൻ ഹാൻഡ്. കറണ്ട് അസറ്റിൻ്റെ ഒരു ഉദാഹരണമാണത് ക്യാഷ് ഇൻ ഹാൻഡ്, നമ്മുടെ കയ്യിലുള്ള ക്യാഷ്. ഫിക്സഡ് അസറ്റിൻ്റെ ഒരു ഉദാഹരണം പറയാനാണ് പറഞ്ഞത്. ഫിക്സഡ് അസറ്റിന് ഒരു ഉദാഹരണം മെഷീനറി. ഇനി ഇൻടാഞ്ചിബിൾ അസറ്റിന് ഉദാഹരണം ഗുഡ് വില്ല്. ലോങ് ടേം ലിയബിലിറ്റി ആണെന്ത്? നമ്മളെ ബാങ്ക് ലോൺ, ഇതൊക്കെ എന്താണ്? ലോങ് ടേം ലിയബിലിറ്റിയാണ്. കറണ്ട് ലിയബിലിറ്റി ക്രെഡിറ്റേഴ്സ്. ഓക്കെ. അടുത്ത ലിസ്റ്റ് ഔട്ട് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ക്വാളിറ്റിയാണ് ചോദിച്ചത്. 4 ക്വാളിറ്റി നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു. അടുത്ത വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ 3 ലക്ഷ്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അക്കൗണ്ടിങ്ങിൻ്റെ 3 ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നൊന്ന് ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ലാഭവും നഷ്ടവും കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നൊന്ന് എന്താ? അണ്ടർസ്റ്റാൻഡ് ദ ഫൈനാൻഷ്യൽ പൊസിഷൻ, ബിസിനസ്സിൻ്റെ സാമ്പത്തിക സ്ഥിതി എവിടെയാണെന്നുള്ളത് എന്താക്കുക? മനസ്സിലാക്കുക. അങ്ങനെ 3 ലക്ഷ്യമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അടുത്ത എക്സ്പ്ലെയിൻ ബ്രീഫ്ലി അബൌട്ട് any 3 ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്. പിന്നെ അക്കൗണ്ടിങ്ങിൻ്റെ 3 ബ്രാഞ്ചസ് ഉണ്ട്. അതാണ് ഇനി ഇതിൽ മനസ്സിലാക്കി വെക്കാനുള്ള വേറെ സാധനം. അതായത് കോസ്റ്റ് അക്കൗണ്ട്, ഫൈനാൻഷ്യൽ അക്കൗണ്ട്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇങ്ങനെ 3 അക്കൗണ്ടിങ് ഉണ്ട്. കോസ്റ്റ്, ഫൈനാൻസിങ്, മാനേജ്മെൻറ്റ്. അതിൽ
കോസ്റ്റ് അക്കൗണ്ടിങ് ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് റിലേറ്റഡ് സാധനങ്ങൾ മാത്രമേ എന്താവുള്ളൂ രേഖപ്പെടുത്തുള്ളൂ. ഇതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഇനി പിന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനം എടുക്കാൻ മാനേജ്മെൻറ്റിന് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് ആ സാധനങ്ങൾ മാത്രം രേഖപ്പെടുത്തി അതിനാണ് നമ്മൾ എന്തെന്ന് പറയാം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയാം. പിന്നുള്ളത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. എന്നാണ് ബിസിനസ്സിൻ്റെ ഫൈനാൻസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്നതിനാണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയാം. അങ്ങനെ 3 ബ്രാൻഡ്സ് ആണുള്ളത്. അടുത്തത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ അബൌട്ട് ഇതും എന്താണ് 3 ക്വാളിറ്റികൾ പറയാനുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫൈ ദ ഫോളോയിങ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഇൻറ്റു ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ. ഇൻറ്റേർണലും എക്സ്റ്റേണലായിട്ട് വേർതിരിക്കാനാണ് പറഞ്ഞത്. ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ അകത്തുള്ള ആളുകൾ, എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ പുറത്തുള്ള ആളുകൾ. അപ്പോൾ നോക്കുക, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറഞ്ഞാൽ നമ്മളെ ബിസിനസ്സിൻ്റെ ആളാണ്. അപ്പോൾ അതുകൊണ്ട് മൂപ്പർ എന്താണ് ഇൻറ്റേർണലാണ്. കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്ഥാപനത്തിൽ നിന്ന് സാധനം വാങ്ങി പോകുന്ന ആളുകളാണ്. അവരൊക്കെ നമ്മൾ ബിസിനസ്സിൻ്റെ ഭാഗമാണോ? അല്ല. ബിസിനസ്സിൻ്റെ ഭാഗമാണ്, ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ള ഭാഗമാണോ? അല്ല. അപ്പോൾ അവരെന്താണ് എക്സ്റ്റേണലാണ്. ഫൈനാൻസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫൈനാൻസ് ഡീൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ മൂപ്പർ എന്താണ് ഇൻറ്റേർണലാണ്. അടുത്ത പ്ലാന്റ് മാനേജർ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്ലാന്റിൻ്റെ മാനേജറാണ്. മൂപ്പരും എന്താണ് ഇൻറ്റേർണലാണ്. ലേബർ യൂണിയൻ എന്ന് പറഞ്ഞാൽ തൊഴിലാളി സംഘടനകളാണ്. നാട്ടിലെ കുറേ തൊഴിലാളി സംഘടനകളുണ്ടാവും. അവരൊന്നും എന്തായാലും നമ്മളെ ബിസിനസ്സിൻ്റെ ഉള്ളത്തെ ഭാഗമല്ല. തൊഴിലാളികൾ നമ്മളെ ബിസിനസ്സിൻ്റെ ഭാഗമാണ്. പക്ഷേ തൊഴിലാളി യൂണിയനുകൾ എന്തല്ല ബിസിനസ്സിൻ്റെ ഭാഗമല്ല, അവർ എക്സ്റ്റേണലാണ്. അടുത്ത ബാങ്ക് എന്താണ് ബിസിനസ്സിൻ്റെ പുറത്തുള്ള സംഭവങ്ങളാണ്. അടുത്തത് കാറ്റഗറൈസ് ദ ഫോളോയിങ് ആസ് റവന്യൂ ഇൻകം, റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ ഇൻകം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. കണ്ടോ, ഇവിടെ 2 റവന്യൂ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ 2 ക്യാപിറ്റലും ഉണ്ട്. ഇതിൽ റവന്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും, റവന്യൂ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നത്, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും നടക്കുന്നത്. റെൻറ്റ് പെയ്ഡ് എന്നുള്ള സാധനം എപ്പോഴും നടക്കുന്ന സാധനമാണ്. പെയ്ഡ് ആയതുകൊണ്ട് അത് എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ അത് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. അടുത്ത മെഷീനറി പർച്ചേസ് ചെയ്തിട്ട് ഫിക്സഡ് ആയിട്ടുള്ള മെഷീനറി നമ്മൾ എപ്പോഴും വാങ്ങില്ല, എപ്പോഴെങ്കിലേ വാങ്ങുള്ളൂ. അതുകൊണ്ട് ക്യാപിറ്റലാണ്. സാധനം വാങ്ങുന്നതുകൊണ്ട് അതും എന്താണ് എക്സ്പെൻഡിച്ചറാണ്. അടുത്ത കമ്മീഷൻ റിസീവ്ഡ്, ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന സാധനമാണ്. റിസീവ്ഡ് ആയതുകൊണ്ട് റവന്യൂ റിസീപ്റ്റാണ്. ഇനി സ്റ്റേറ്റ് അതിന് 3 ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത എക്സ്പ്ലെയിൻ ബ്രീഫ്ലി അതിന് 3 ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് പറഞ്ഞു കഴിഞ്ഞു. ഇത് റിപ്പീറ്റ് വരാനുള്ള കാരണം ഇത് പിന്നെ ഓരോ വർഷത്താണ് ഇവിടെ ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും. ഇതിങ്ങനെ ഓരോരോ വർഷങ്ങൾ ചോദിച്ച സാധനങ്ങളാണ്, അതുകൊണ്ടാണ് റിപ്പീറ്റ് വരുന്നത്. അടുത്ത വീണ്ടും ചോദിക്കുന്നത് 3 ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് കാണാം. അപ്പോൾ എന്തായാലും പഠിച്ചു വെക്കുക. പിന്നെ പറയുന്നത് സെർട്ടൈൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. 3 ഒബ്ജക്റ്റീവ്സ് ആണെന്നുള്ളത്, 3 ലക്ഷ്യമാണ് നമ്മളെ അക്കൗണ്ട്. ഒന്ന് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ആണ്, പിന്നെ ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടെത്തലാണ്, പിന്നൊന്ന് ഫിനാൻഷ്യൽ പൊസിഷൻ തിരിച്ചറിയലാണ്. ഇനി നെയിം ദ ഫോളോയിങ്, താഴെ പറയുന്ന സാധനത്തിന് പേര് കൊടുക്കാനാണ് പറഞ്ഞത്. വിഡ്രോവൽ ഓഫ് മണി ബൈ ദ ഓണർ ഫ്രം ദ ബിസിനസ് ഫോർ പേഴ്സണൽ യൂസ്. സ്വന്തം ആവശ്യത്തിന് വേണ്ടി ബിസിനസ്സിൽ നിന്ന് പൈസ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ തിരിച്ചെടുക്കുകയാണെങ്കിൽ അതിൽ ബിസിനസ്സിന് പറയുന്ന ടൈം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഡ്രോയിങ്സ് എന്നാണ് അതിന് പറയാം. അടുത്ത ചോദ്യം, ദ എമൗണ്ട് ഓഫ് ഗുഡ്സ് ലൈങ് അൺസോൾഡ് അറ്റ് ദ എൻഡ് ഓഫ് എൻ അക്കൗണ്ടിങ് പീരീഡ്. ഒരു വർഷത്തിൻ്റെ അവസാനത്തിൽ വിൽക്കാതെ കിടക്കുന്ന സാധനത്തിന് നമ്മൾ എന്താണ് പറയുക? അതിനാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയാം. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്ക്. വിൽക്കാതെ കിടക്കുന്ന സാധനത്തിന് നമ്മൾ പറയുന്ന പേരാണെന്നാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ചിലവിനേക്കാൾ കൂടുതൽ വരുന്ന വരുമാനത്തിന് നമ്മൾ എന്താണ് പറയുക? അതിനാണ് നമ്മൾ എന്തെന്ന് പറയുക? പ്രോഫിറ്റ് എന്ന് പറയാം. നമ്മൾ റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. അടുത്ത ഡോക്യുമെൻ്ററി എവിഡൻസ് സപ്പോർട്ട് ഓഫ് ട്രാൻസാക്ഷൻ. നമ്മളെ ഇടപാടുകളെ പിന്തുണക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന സാധനത്തിന് നമ്മൾ എന്താണ് പറയുക? അതിനാണ് നമ്മൾ വൗച്ചർ എന്ന് പറയാം. വൗച്ചർ. ഓക്കെ, ഇനി അടുത്ത് നോക്കാം, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ. ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാനാണ് പറഞ്ഞത്. ഒന്ന് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മുതലാളി ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന സാധനത്തിനെയാണ്. ക്യാഷോ അതല്ലെങ്കിൽ ക്യാഷ് പോലത്തെ സാധനത്തിനാണോ നമ്മൾ എന്തെന്ന് പറയാം? ക്യാപിറ്റൽ എന്ന് പറയാം. ഇതൊരു ലയബിലിറ്റിയാണ് എന്നതാക്കുക എന്നും കൂടെ ചേർത്ത് കൊടുക്കുക. അടുത്ത എക്സ്പെൻസാണ്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രക്രിയയിൽ സംഭവിക്കുന്ന ചെലവിനെയാണ് എന്തെന്ന് പറയാം? കോസ്റ്റ് ഇൻകേർഡ്. അതിനാണ് നമ്മൾ എന്തെന്ന് പറയാം? എക്സ്പെൻസ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ മുതലാളി ബിസിനസ്സിൽ നിന്ന് പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി പിൻവലിക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഡ്രോയിങ്സ് എന്ന് പറയാം. ഇനി കറണ്ട് അസറ്റ് 2 രൂപമുണ്ട്. കറണ്ട് അസറ്റും ഫിക്സഡ് അസറ്റും ഉണ്ട്. ഫിക്സഡ് അസറ്റ് സ്ഥാപനത്തിൽ അത് പിന്നെ കൂടുതൽ സമയത്തേക്ക് നിലനിൽക്കുന്ന സാധനമാണ്. അതേസമയം കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ അത് പിന്നെ കുറച്ച് കാലം മാത്രമേ എന്താവുള്ളൂ നമ്മളെ കയ്യിൽ ആ സാധനം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് 2 ഉദാഹരണം എന്താക്കുക അവിടെ വെച്ച് കൊടുക്കുക. ക്യാഷ് ഇൻ ഹാൻഡോ സ്റ്റോക്കോ 2 ഉദാഹരണം എന്താക്കുക അവിടെ വെച്ച് കൊടുക്കുക. അടുത്ത് മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ് നോക്കുക. ഇവിടെ ഇൻഡയറക്റ്റ് ഇൻകം, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഡയറക്റ്റും ഇൻഡയറക്റ്റും തമ്മിലുള്ള മാറ്റം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം.
ഇപ്പം നമ്മളൊരു ബിസിനസ് നടത്തുകയാണ്, ഞാൻ ചെരുപ്പ് ഉണ്ടാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസും എവിടെ വരിക നോക്കുക. ഒരു പ്രൊഡക്റ്റ്, ഇപ്പോൾ ചെരുപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ആ റബ്ബർ കൊണ്ടുവന്നു, എന്നിട്ട് അത് ആ ചെരുപ്പായി തീരുന്നത് വരെയുള്ള എല്ലാ എക്സ്പെൻസും ഡയറക്റ്റ് എക്സ്പെൻസാണ്. ചെരുപ്പായി കഴിഞ്ഞതിൻ്റെ ശേഷം വരുന്ന എക്സ്പെൻസുകളൊക്കെ എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസാണ്. ഉദാഹരണത്തിന് റബ്ബർ എൻ്റെ ഫാക്ടറിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കി, ഒരു ബംഗാളിക്ക് അല്ലെങ്കിൽ ഒരു തൊഴിലാളിക്ക് ഞാൻ എന്താക്കി, ഒരു 10,000 കൊടുത്തു. എന്നാൽ അത് ഡയറക്റ്റ് എക്സ്പെൻസാണ്. എന്നാൽ അത് ചെരുപ്പായി കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ എന്താക്കി, മൂപ്പരെ കൊണ്ട് തന്നെ അത് വ്യത്യസ്ത ഷോപ്പുകളിലേക്ക് ഞാൻ എന്താക്കി, മൂപ്പരെടുത്ത് കൊടുത്തു വിട്ട്. അതിനൊരു 10,000 ചിലവ് വന്നു. എന്നാൽ അത് ഇൻഡയറക്റ്റാണ്. കാരണം എന്താ? പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞതിൻ്റെ ശേഷമല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ആവുന്നത് വരെയുള്ള എക്സ്പെൻസ് ഡയറക്റ്റും ആയി കഴിഞ്ഞതിന് ശേഷമുള്ളത് എന്താണ്? ഇൻഡയറക്റ്റുമാണ്. ഇനി ഡയറക്റ്റ് ഇൻകം, ഇൻഡയറക്റ്റ് ഇൻകം. ഡയറക്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ കച്ചവടം ചെയ്ത് കിട്ടുന്നത് എന്താണ്? നമ്മളെ ബിസിനസ് അതിൻ്റെ മെയിൻ പരിപാടിയിൽ നിന്ന് കിട്ടുന്നതിന് നമ്മൾ എന്തെന്ന് പറയും? ഡയറക്റ്റ് ഇൻകം എന്ന് പറയും. അപ്പോൾ ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാലോ, ചിലപ്പോൾ നമ്മൾ കുറച്ച് ആ പൈസ ബാങ്കിൽ എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ, അയിമന്ന് കിട്ടുന്നൊക്കെ ഇൻകാണെന്ത്? ഇൻഡയറക്റ്റ് ഇൻകം എന്ന് പറഞ്ഞത്. ഇനി നമുക്കിതൊന്ന് ഫില്ല് ചെയ്യാം. സെയിൽസ് എന്ന് പറഞ്ഞാൽ കച്ചവടമാണ്. കച്ചവടത്തിലൂടെ നമുക്ക് കിട്ടുന്നതാണ് ഈ ഡയറക്റ്റ് ഇൻകം എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, കച്ചവടത്തിലൂടെ കിട്ടുന്നത്. അടുത്ത ക്യാരേജ് ഇൻവാർഡ് ഉണ്ട്, ക്യാരേജ് ഔട്ട്വാർഡ് ഉണ്ട്. രണ്ടും മനസ്സിലാക്കി വെക്കുക. ക്യാരേജ് ഇൻവാർഡ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാരേജ് എന്ന് പറഞ്ഞാൽ ചുമക്കുക എന്നുള്ളതാണ്. ഇൻവാർഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ചുമക്കുക, അതായത് പ്രൊഡക്റ്റ് ആവാൻ വേണ്ടി സാധനങ്ങൾ കൊണ്ടുവരുന്നതിനാണ് ക്യാരേജ് ഇൻവാർഡ് എന്ന് പറയാം. പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം കൊണ്ടുപോകുന്നതിനാണ് എന്തെന്ന് പറയാം? ക്യാരേജ് ഔട്ട്വാർഡ് എന്ന് പറയാം. അപ്പോൾ ക്യാരേജ് ഇൻവാർഡ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണെന്ന് മനസ്സിലാക്കുക, ബി. അപ്പോൾ ഇനി ക്യാരേജ് ഔട്ട്വാർഡ് ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തുക, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഓക്കെ, ഇനിയുള്ളത് റെൻ്റ് റിസീവ്ഡും ക്യാഷ് അറ്റ് ബാങ്കുമാണ്. റെൻ്റ് റിസീവ്ഡ് നമ്മൾ പറഞ്ഞു റിസീവ്ഡ് ആണ്, അതുകൊണ്ട് അത് ഇൻകാണ്. പക്ഷേ അതല്ല നമ്മുടെ മെയിൻ ബിസിനസ്. അതുകൊണ്ട് ഇതെന്താണ്? റെൻ്റ് റിസീവ്ഡ് എന്നുള്ള സാധനം ഇൻഡയറക്റ്റ് ഇൻകാണ്. അടുത്ത ക്യാഷ് അറ്റ് ബാങ്ക് അസറ്റ്. ഇനി ഒന്ന് മാത്രമേ ബാക്കിയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യനും എന്താക്കി നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. നല്ല രൂപത്തിൽ എന്താക്കുക, കേൾക്കുക, മനസ്സിലാക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും.